നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് ഭാരതീയ ജ്യോതിഷത്തിൻ്റെ ഒരു ശാഖയാണ്. മുഖലക്ഷണം, ശരീരത്തിൻ്റെ പ്രഭാവലയവും അവയവങ്ങളുടെ വിശകലനവും ഒക്കെ സാമുദ്രിക ശാസ്ത്രത്തിൽ വരും. ഗരുഡ പുരാണങ്ങളിലെ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. സാമുദ്രിക ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയുടെ ഭാവിയും സ്വഭാവ സവിശേഷതകളും പ്രവചിക്കാനായിട്ട് സാധിക്കും. കണ്ണ്, മൂക്ക്, വായി, പല്ല്, നഖം, കൈകാലുകൾ, ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ ലക്ഷണങ്ങളും നോക്കി ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇത് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ, നമ്മുടെ സ്വഭാവ സവിശേഷതകൾ, ഇതൊക്കെയും ഈ സാമുദ്രിക ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ്. അതുപ്രകാരം ഒരാളുടെ പുരുകക്കൊടിയുടെ ആകൃതിയും നിറവുമൊക്കെ നോക്കി അവരുടെ സ്വഭാവ സവിശേഷതയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങളുടെ പുരികം നോക്കി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നത് തിരിച്ചറിയാൻ അത് സഹായിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ പുരികം എപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ ചെറിയ പുരികമുള്ള ആളുകളുടെ കാര്യം നോക്കാം. ചില ആളുകളുടെ പുരികം വളരെ ചെറിയതായിരിക്കും. അവരുടെ പുരികങ്ങൾക്ക് വലിയ വളവോ നീളമോ കണ്ടേക്കില്ല. ഇത്തരം പുരികങ്ങളുള്ളവര് സൗന്ദര്യ തൽപരരായിരിക്കും. ഇവർ സൗന്ദര്യത്തിനായിട്ട് പണം ചിലവഴിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായിരിക്കും. പുരികം ഈ രീതിയിൽ രൂപമാറ്റം വരുത്തുന്നവരും ഇത്തരം സ്വഭാവത്തിനുടമകളായിരിക്കും. വളരെ കൂടുതൽ സൗന്ദര്യവർദ്ധന വസ്തുക്കൾക്കും അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനായിട്ട് ഒരുപാട് പണം ചിലവഴിക്കുന്ന ആളുകളായിരിക്കും ഇക്കൂട്ടർ. ഏതൊരു കാര്യത്തിലായാലും താൻ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി നടക്കണം, അല്ലെങ്കിൽ തന്നെ കാണുന്ന സമയത്ത് പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യണം എന്ന് മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇനി ഇവരുടെ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ജോലി ലഭിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കാനും ഒക്കെയുള്ള ഒരു യോഗം ഇവർക്കുണ്ട്. എന്നിരുന്നാലും ഇവരുടെ ചില അപാകതകൾ അല്ലെങ്കിൽ ഇവരുടെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അധ്വാനിക്കാൻ ഒരല്പം മടിയുള്ള കൂട്ടത്തിലായിരിക്കും ഇക്കൂട്ടർ. അതോടൊപ്പം പണത്തിന്റെ അനാവശ്യമായിട്ടുള്ള ചിലവും ഇവരുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. ആ കാര്യമാണ് ഇവർ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് കറുത്തു തടിച്ച പുരികങ്ങളുള്ളവരുടെ കാര്യം നോക്കാം. കലാപരമായിട്ട് വളരെ കഴിവുള്ളവരും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് കറുത്തു തടിച്ച പുരികമുള്ള ആളുകൾ. ജീവിതം ആനന്ദിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും ഇവർ. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ആശങ്കപ്പെടാറില്ല. അതുതന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ വിജയത്തിന്റെ കാരണവും. നല്ല ആത്മവിശ്വാസമുള്ളവരായിരിക്കും ഇക്കൂട്ടർ. തങ്ങളുടെ ഉല്ലാസത്തിനായിട്ട് ധാരാളം പണം ചിലവഴിക്കും. കരിയറിൽ മുന്നേറാൻ കഠിനമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. അതിൽ ഇവർക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും എന്നതാണ് ഇക്കൂട്ടരുടെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഇനി അടുത്തതായിട്ട് പുരികങ്ങൾക്കിടയിലെ വിടവുള്ള ആളുകളുടെ കാര്യം നോക്കാം. പുരികങ്ങൾക്കിടയിലെ വിടവ് വളരെ കൂടുതലുള്ളവർ ധൈര്യശാലികളാണ്. ആശങ്കകൾക്ക് കീഴ്പ്പെടാത്ത ഇവർക്ക് കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാനാവില്ല. അതുപോലെ തന്നെ കള്ളം പറയുന്ന ആളുകളെ ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടവുമല്ല. ഇവർക്ക് അത് കാരണം പല അബദ്ധങ്ങളും സംഭവിക്കാനിടയുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ ധൈര്യം പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇവരെ രക്ഷിക്കാറുണ്ട്. ജീവിതത്തിലെ പല നിർണായക തീരുമാനങ്ങൾ എടുക്കാനും ഇവരിലെ ഈ ഒരു ധൈര്യം ഉപകാരപ്പെടാറുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് കൂടിച്ചേർന്ന പുരികമുള്ള ആളുകളുടെ കാര്യം നോക്കാം.
രണ്ട് പുരികങ്ങൾ കൂടിച്ചേർന്നവർ അല്ലെങ്കിൽ വളരെ അടുത്ത് വരുന്നവര് നല്ല ബുദ്ധിശാലികളും വിവേകമുള്ളവരുമായിരിക്കും. ഇവരിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമിതമായിട്ട് ആഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കും ഇവർ. എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നേടണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. ഒന്നിലും ഒരു തൃപ്തി കണ്ടെത്താൻ ഇവർ ശ്രമിക്കാറില്ല. വീണ്ടും നേടണം എന്നുള്ള ആഗ്രഹമായിരിക്കും ഇവരുടെ ഉള്ളിൽ. അതിനായിട്ട് ഇവർ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. തങ്ങളുടെ പുരോഗതിക്കായും സ്വപ്നത്തിനായിട്ടും അങ്ങേയറ്റം വരെ പരിശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. അത് ഇവരിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. സ്വന്തം കാര്യത്തിനായിട്ട് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്താൻ പ്രത്യേക സാമർഥ്യമുള്ളവരാണിവർ. അത് ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും പലപ്പോഴും ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊരാവശ്യമുണ്ടെങ്കിലും മറ്റൊരാളോട് പറ്റിക്കൂടി നിന്ന് അത് നേടിയെടുക്കാൻ നല്ല രീതിയിലുള്ള സാമർഥ്യം ഇവർ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവരിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഇനി അടുത്തത് നേർത്ത പുരികങ്ങളുള്ള ആളുകളുടെ കാര്യം നോക്കാം. നേർത്ത പുരികങ്ങളുള്ളവർ വളരെ ചിന്തിച്ചു കൂട്ടുന്നവരാണ്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും കാട് കയറി ചിന്തിച്ച് ആ ഒരു പ്രശ്നം വഷളാക്കി മനസ്സിലെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന ആളുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ജോലി ചെയ്യാൻ അല്പം മടിയുള്ളവരാണ് ഇവർ. ഏതൊരു ജോലിയിലും കുറ്റം കണ്ടെത്താൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും ഇഷ്ടത്തോടെ ചെയ്യുന്ന ആളുകളല്ല ഇവർ. ഏതൊരു കാര്യമായാലും അശ്രദ്ധമായിട്ടുള്ള രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഉത്തരവാദിത്വപ്പെട്ട കാര്യങ്ങൾ ഗൗരവത്തോടെ നടത്താൻ പലപ്പോഴും ഇവർക്ക് സാധിക്കാറില്ല. അത് ഇവരുടെ ഈ ഒരു സ്വഭാവത്തിന്റെ ഗുണം തന്നെയാണ്. അതുമൂലം പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവർ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് മുകളിലേക്ക് നിവർന്ന പുരികങ്ങളാണ്. മുകളിലേക്ക് നിവർന്നു നിൽക്കുന്ന പുരികങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധ നേടുന്ന ആളുകളാണ്. കൂർമ്മ ബുദ്ധിയുള്ളവർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ പറയാം. അതുകൊണ്ട് തന്നെ ഇവരെ അത്ര എളുപ്പത്തിൽ ചതിക്കാനോ പ്രയാസപ്പെടുത്താനോ സാധിക്കുകയില്ല. എല്ലാ കാര്യത്തിലും വളരെ ദീർഘവീക്ഷണമുള്ള ആളുകളായിരിക്കും ഇക്കൂട്ടർ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും വിജയം കരസ്ഥമാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കാറുണ്ട്. ഇവരെ ബുദ്ധിമുട്ടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ വളരെ അപകടകാരികളാണ്. കൂടെ നിന്നു കഴിഞ്ഞാൽ ചേർത്ത് നിർത്തുകയും എന്നാൽ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് അപകടമുണ്ടാക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരെ തിരിഞ്ഞു നോക്കുകയുമില്ല ഇക്കൂട്ടർ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി അടുത്തതായിട്ട് വളഞ്ഞ പുരികമുള്ളവരുടെ കാര്യം നോക്കാം. ഇങ്ങനെ വളഞ്ഞ പുരികമുള്ളവർ ആ ഒരു രൂപം കൊണ്ട് തന്നെ കൂട്ടത്തിൽ ശ്രദ്ധ നേടും എന്നുള്ളതാണ്. ശ്രദ്ധ നേടുക എന്നത് ഇവർക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർ കാട്ടിക്കൂട്ടും എന്നുള്ളതാണ് ഇവരിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം സൗന്ദര്യത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നതും കൂട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം തന്നിലേക്ക് എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഇക്കൂട്ടർ. വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു ആളുകളായിരിക്കും അല്ലെങ്കിൽ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ഇക്കൂട്ടർ. അതുകൊണ്ട് തന്നെ പല അവസരങ്ങളിലും വിജയത്തിന് പകരം പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കൂടെയുള്ളവരുടെ വിശ്വാസവഞ്ചനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിത്വങ്ങളാണ് ഇവർ. എന്നിരുന്നാലും വീണ്ടും അക്കൂട്ടരെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവരിലെ പരാജയം. ഇനി അടുത്തതായിട്ട് ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള പുരികങ്ങളുള്ള ആളുകളുടെ കാര്യം നോക്കാം. ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള പുരികങ്ങളുള്ളവർ പരിശ്രമശാലികളാണ്. എപ്പോഴും ഏതൊരു കാര്യത്തിലായാലും ഏതൊരു ലക്ഷ്യത്തിലേക്കായാലും കഠിനമായിട്ട് പരിശ്രമിക്കുന്ന ആളുകളായിരിക്കും ഇവർ. എന്നിരുന്നാലും ഇവർക്ക് അതിന്റെ ഗുണം പലപ്പോഴും ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം. എന്നിരുന്നാലും ഒരു ഘട്ടത്തിലും തളർന്നു പോകാതെ വീണ്ടും വീണ്ടും ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നത് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാകാൻ ഇവർക്ക് വളരെ പ്രയാസമാണ്. അതിനായിട്ട് എത്ര തന്നെ കഷ്ടപ്പെട്ടാലും ഇവർക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാറില്ല. പലപ്പോഴും ചെയ്യുന്നതിന്റെ കൂലി പോലും ലഭിക്കാത്ത സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ വില പോലും ഇവർക്ക് ലഭിക്കാത്ത സാഹചര്യം വന്നു ഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും മടുപ്പ് അനുഭവപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ. വളരെ ദേഷ്യപ്രകൃതക്കാരായ ഇവരുടെ ജോലിയിൽ മറ്റൊരാളെ ഇവർ അടുപ്പിക്കാറില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ദേഷ്യ സ്വഭാവം പലപ്പോഴും ഇവരെ കുഴിയിൽ ചാടിക്കാറുമുണ്ട്. മറ്റുള്ളവരുമായിട്ട് പിണക്കത്തിലേക്ക് പോകാനും അതുവഴി ഇവർക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ഈ ഒരു ദേഷ്യ സ്വഭാവം കാരണമാകാറുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരാളുടെ പുരികത്തെ അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ കഴിയുന്നത്. നമ്മുടെ ഓരോ ശരീര അവയവങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കാട്ടിത്തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലായാലും ജീവിതത്തിലായാലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നതാണ് വാസ്തവം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.